മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2025-26 വർഷത്തെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പടുതക്കളം വരാൽ കൃഷി യൂണിറ്റിൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ജനങ്ങളിലേക്ക് വിഷരഹിത മത്സ്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ 2025-26 വർഷത്തെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ മത്സ്യവിളവെടുപ്പാണ് നടത്തിയത്. പടുതക്കുളം വരാൽ കൃഷി യൂണിറ്റാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. മീനില്ലാതെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വളരെ ദുർലഭമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തില് ഇത്തരം മത്സ്യകൃഷി വ്യാപകമാക്കുന്നതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഇത്തരം പദ്ധതികൾ നമ്മൾ നേരത്തെ ധന്യ മാഡം പറഞ്ഞു, സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയായിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ, അതായത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഇതുപോലെയുള്ള പരിപാടികൾ കൊണ്ടുവന്ന് ഇത് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഒരു വരുമാനം കൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണ് ഉണ്ടാവുന്നത്. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ജയന്തി, ഫിഷറീസ് ഓഫീസർ ധന്യ സണ്ണി, ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ശാലിനി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. അതായത് നമ്മളെല്ലാവരും മത്സ്യങ്ങളെ നിക്ഷേപിക്കലാണ് നമ്മൾ കൂടുതലും പഞ്ചായത്തുകളിലൊക്കെ ചെയ്യാറ്. വിളവെടുപ്പ് ഇതുപോലെ ഒരു ഉത്സവമായിട്ട് വളരെ കുറവായിട്ടാണ് നടത്താറ്. അപ്പൊ ഈ പ്രാവശ്യം 100 ദിന കർമ്മ പരിപാടികളിൽ ഒന്നായിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ട്രോൾ ബാൻഡ് സമയമാണ്, ഇന്നത്തോടെ അവസാനിക്കും. എന്നാലും ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ ട്രോൾ ബാൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടു മത്സ്യങ്ങളെ കൂടുതലായി വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ മൺസൂൺ മത്സ്യസമൃദ്ധി എന്ന മത്സ്യകൃഷിയെക്കുറിച്ച് കർഷകൻ വിജയകുമാർ വിശദീകരിച്ചു. വേറെ തൊഴിലെടുക്കുകയാണെങ്കിൽ ഇടയിൽ കൂടെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ഉത്തമമാവും. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഭാരവാഹികളെ ഇതിന്റെ ആൾക്കാരെയൊക്കെ വിളിക്കുകയും ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കൂടുതൽ ആൾക്കാർ ഇതിൽ വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇതിനായിട്ട് മെനക്കെടുന്നില്ല. നമുക്ക് അതിന് വേണ്ടി ഒരു സമയം വേറെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെയും തീറ്റ ഇടുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടാണ് ഇതിലിടല്. നമ്മളെന്തായാലും വീട്ടിൽ ആ സമയം ഉണ്ടാവുമല്ലോ. 2 സെന്റ് പടുതക്കുളത്തിൽ 1000 മത്സ്യ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത്. 8 മാസം വളർച്ചയെത്തിയ വരാൽ മത്സ്യങ്ങളുടെ വിളവെടുപ്പാണ് നടന്നത്. CCV ന്യൂസ്, തിരുവല്ലുവമല. Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open. Lakshmi Narayana Arts and Science College, Mayanur.